എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാടുകളിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ തീരത്തുള്ള മുടവണ്ണ കുട്ടിച്ചാത്തൻ കാവാണിത്. ഭക്തരുടെ വിളി കേൾക്കുന്ന കുട്ടിയായ കുട്ടിസ്വാമി. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ആ മണ്ണിൻ്റെ മക്കളായ ഭൂജന്മക്കാർ അല്ലെങ്കിൽ ഭൂമിക്കാർ അവിടെ താമസിച്ചിരുന്നു. ഒരിക്കൽ അവിടുത്തെ ഒരു അമ്മൂമ്മ അടുത്തുള്ള ചാലിയാർ പുഴയിൽ കുളിക്കാൻ പോയി. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവരുടെ കാലിൽ എന്തോ തടയുന്നതായി അനുഭവപ്പെട്ടു. അവർ അതെന്തെന്നറിയാൻ എടുത്തു നോക്കി. അപ്പോൾ അതൊരു കുട്ടിച്ചാത്തൻ വിഗ്രഹമായിരുന്നു. അതവർ കൊണ്ടുപോയി അവരുടെ ദൈവമായി ആരാധിച്ചു പോന്നു. പിന്നീട് കാലാന്തരങ്ങളിൽ നാട്ടുകാർ ഈ ക്ഷേത്രം ഏറ്റെടുത്തു. എന്നാൽ ഇവരുടെ സാമീപ്യം ഉത്സവത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ അവരെ മുൻനിർത്തി തന്നെ ചെയ്തു പോരുന്നു. കുട്ടിച്ചാത്തൻ ഭക്തരുടെ പ്രിയപ്പെട്ടവനും സംരക്ഷകനുമാണെന്നാണ് ഇവിടുത്തെ പ്രധാന വിശ്വാസം. ക്ഷേത്രമുറ്റത്ത് വലിയൊരു അരയാലും അതിൻ്റെ മുൻവശത്തായി ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്നു. ഭഗവതി, ഗണപതി, നാഗത്തറ, സർപ്പക്കാവ് എന്നിവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട വഴിപാട് ചടങ്ങുകൾ നടക്കുന്നത്. ആറാട്ട് ദിനത്തിൽ ഭക്തജനങ്ങൾ അന്നദാനത്തിനായി വരി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കുട്ടിച്ചാത്തൻ സ്വാമിയുടെ പ്രധാന ഉത്സവം കുംഭമാസത്തിലെ ആറാട്ടാണ്. കുട്ടിച്ചാത്തൻ സ്വാമി നീരാട്ടിനായി പോകുമ്പോൾ അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് നാഗങ്ങൾ വരുന്നതായി ഭാഗ്യമുള്ളവർക്ക് കാണാൻ കഴിയും. അത് അറിയുന്നവർ പറയുന്നത് ആറാട്ട് കാണാനായി അതിഥികളായി വരുന്നവരാണ് അവർ എന്നാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അത് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഉത്സവ ദിവസം കുട്ടിച്ചാത്തൻ്റെ പ്രതിഷ്ഠയും കൊണ്ട് വൻ ജനാവലി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ചാലിയാർ പുഴയിലേക്ക് നീരാട്ടിനായി എത്തും. പുഴയിൽ കുട്ടിച്ചാത്തൻ നീരാട്ടിന് പ്രസിദ്ധമായ കുട്ടിച്ചാത്തൻ പാറയും പുഴയിൽ കാണാം. കുട്ടിച്ചാത്തൻ സ്വാമിയുടെ പ്രതിഷ്ഠയും കൊണ്ട് താലപ്പൊലി, ചെണ്ടമേളം, വെളിച്ചപ്പാട് എന്നിവയുടെ അകമ്പടിയോടുകൂടി ചാലിയാർ പുഴയിലേക്ക് നീങ്ങുന്ന രംഗമാണിത്. ആ സമയം ദൈവിക ശക്തിയാൽ അന്തരീക്ഷത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതായി കാണാം. ഇത് സ്വാമിയെ നീരാട്ടിനായിട്ട് പുഴയിലേക്ക് കൊണ്ടുപോയതാണ്. ശേഷം സ്വാമിയെ നീരാട്ട് കഴിഞ്ഞ് പ്രത്യേകം പീഠത്തിലിരുത്തി പുഴയുടെ തീരത്തെ പ്രത്യേകം സജ്ജീകരിച്ച ആൽമരത്തിൻ്റെ താഴെ പ്രത്യേകം പൂജകളോടുകൂടി സ്വാമിയെ പൂജിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടിച്ചാത്തൻ്റെ പരിചാരകരും പരിസേവകരുമായ പോരാളികൾ ആർപ്പുവിളിയോടെ കുട്ടിസ്വാമിയെ മുമ്പിലായി അനുഗമിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെണ്ടമേളം, വാദ്യമേളം, ഗരുഡ നൃത്തം തുടങ്ങിയ കലാരൂപങ്ങളും അരങ്ങേറാറുണ്ട്. പ്രത്യേക പരിപാടികളോടുകൂടി സ്വാമിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും സന്ധ്യ കഴിയും. ക്ഷേത്രങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.